ഹായ്, ദൃഷ്ടി ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഗോകുൽ വിഷ്ണു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസംബർ 17-18 തീയതികളിലെ ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സ് ആണ്. എൽ ഡി സിക്കും എൽ ജി എസിനും കറണ്ട് അഫയേഴ്സ് കറണ്ട് അഫയേഴ്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. 20 മാർക്കിനാണ് രണ്ട് എക്സാമിന് കറണ്ട് അഫയേഴ്സ് ചോദിക്കുന്നത്. ഡിസംബർ 1 മുതലുള്ള കറണ്ട് അഫയേഴ്സിന്റെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിലും നമ്മുടെ റൂട്ടഡ് ആപ്പിലും അവൈലബിൾ ആണ്. കാണാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി കാണാം. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, കേരള കാർട്ടൂൺ അക്കാദമിയുടെ പുതിയ ചെയർമാൻ ആരാണ്? സുധീർനാഥൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. കേരള കാർട്ടൂൺ അക്കാദമിയുടെ പുതിയ ചെയർമാൻ ആരാണ്? സുധീർനാഥൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഒരു പടമാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്, കണ്ടു നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം, 2023 ഡിസംബറിൽ ടൂറിസം വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യ അടക്കമുള്ള 33 രാജ്യങ്ങൾക്ക് വിസ ഒഴിവാക്കിയ രാജ്യം ഏതാണ്? 2023 ഡിസംബറിൽ ടൂറിസം വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ത്യ അടക്കമുള്ള 33 രാജ്യങ്ങൾക്ക് വിസ ഒഴിവാക്കി കൊടുത്ത രാജ്യം ഇറാനാണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം, രാജ്യാന്തര ടെസ്റ്റ് ക്രിക്കറ്റിൽ 500 വിക്കറ്റ് തികയ്ക്കുന്ന 8ാമത്തെ ബോളർ. രാജ്യാന്തര ടെസ്റ്റ് ക്രിക്കറ്റിൽ 500ാമത് വിക്കറ്റ് തികയ്ക്കുന്ന 8ാമത്തെ ക്രിക്കറ്റ് പ്ലെയർ ആരാണ്? നാഥൻ ലിയോൺ. ഓസ്ട്രേലിയയുടെ സ്പിന്നറാണ് നാഥൻ ലിയോൺ. ഓക്കെ, 500 വിക്കറ്റ് തികയ്ക്കുന്ന 8ാമത്തെ താരമാണ്. എന്ത് ക്രിക്കറ്റില്? ടെസ്റ്റ് ക്രിക്കറ്റില്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നാലാമത്തെ ചോദ്യം, ഖേലോ ഇന്ത്യ പാരാ ഫുട്ബോൾ ഗെയിംസ് ജേതാക്കൾ കേരളമാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അഞ്ചാമത്തെ ചോദ്യം, ദേശീയ ന്യൂനപക്ഷാവകാശ ദിനം എന്നാണ്? ഡിസംബർ 18-നാണ്. നമ്മൾ ഡിസംബറിൽ തന്നെ കുറെ ഇമ്പോർട്ടന്റ് ഡേയ്സ് പഠിച്ചിട്ടുണ്ട്. നമുക്ക് ആ ദിവസങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. ഓക്കെ, ആ ദിവസങ്ങളിലെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങൾ പറയുന്ന അന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലാണ്. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ എടുത്ത് കാണാം. അപ്പൊ നമുക്കിപ്പോൾ ആ ദിവസങ്ങൾ മാത്രം ഏതൊക്കെയാണെന്ന് നോക്കാം. ഡിസംബർ 14 എന്തായിരുന്നു? ദേശീയ ഊർജ സംരക്ഷണ ദിനമായിരുന്നു. ഡിസംബർ 12 അന്താരാഷ്ട്ര ആരോഗ്യ പരിരക്ഷാ ദിനം. ഡിസംബർ 11 ലോക പർവ്വത ദിനമാണ്. ഡിസംബർ 10 ദേശീയ മനുഷ്യാവകാശ ദിനം. ഡിസംബർ 9 അന്താരാഷ്ട്ര അഴിമതി വിരുദ്ധ ദിനമാണ്. ഡിസംബർ 6 മഹാപരിനിർവാണ ദിനമാണ്. ഡിസംബർ 5 അന്താരാഷ്ട്ര മണ്ണ് ദിനമാണ്. ഡിസംബർ 4 നാവികസേനാ ദിനം. ഡിസംബർ 3 ലോക ഭിന്നശേഷി ദിനമാണ്. ഡിസംബർ 2 ദേശീയ കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനമാണ്. അപ്പൊ ഡിസംബർ 1 എയ്ഡ്സ് ദിനമാണ്. നമ്മൾ ഇന്ന് പഠിച്ച ദിവസം ഏതാണ്? ദേശീയ ന്യൂനപക്ഷ അവകാശ ദിനം. അതെന്നാണ്? ഡിസംബർ 18. അപ്പൊ നമുക്ക് ആറാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആറാമത്തെ ചോദ്യം, 2023 ഡിസംബർ 16-ന് 250 വർഷം പൂർത്തിയാക്കിയ ചരിത്ര സംഭവം. 2023 ഡിസംബർ 16-ന് 250 വർഷം പൂർത്തിയാക്കിയ ചരിത്ര സംഭവം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒന്നായ ബോസ്റ്റൺ ടീ പാർട്ടിയാണ്. ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം ഏതാണ്? 1773 ആണ്. ക്ലിയർ ആണല്ലോ? ബോസ്റ്റൺ ടീ പാർട്ടി എന്താണെന്നുള്ളത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പഠിക്കുമ്പോൾ വേൾഡ് ഹിസ്റ്ററിയിൽ നമ്മൾ പഠിക്കും. അപ്പം നമ്മുടെ ഹിസ്റ്ററിയുടെ ലൈവ് ക്ലാസ്സുകൾ ഉടനെ തന്നെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. കാരണം ഡിസംബർ 31 വരെ ലോഗിനായി കോഴ്സ് എൻറോൾ ചെയ്യുന്നവർക്ക് മാത്രമാണ് എന്ത് ഫ്രീ ക്ലാസ് കിട്ടുന്നത്, മറക്കരുത്. ഓക്കെ, അപ്പൊ നമുക്ക് ഏഴാമത്തെയും അവസാനത്തെയുമായ ചോദ്യത്തിലേക്ക് പോവാം. ഇതാണ് ബോസ്റ്റൺ ടീ പാർട്ടിയുടെ ഒരു ചിത്രം, കണ്ടു നോക്കാം. അപ്പം നമുക്ക് ഏഴാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഏഴാമത്തെ ചോദ്യം, 2024 നടക്കുന്ന പ്രഥമ ആണവോർജ ഉച്ചകോടിയുടെ വേദി. 2024 നടക്കുന്ന എന്താണ്? പ്രഥമ ആണവോർജ ഉച്ചകോടിയുടെ വേദി ഏതാണ്? ബ്രസൽസ് ആണ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, മറക്കരുത്. ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, വേദികൾ എന്താണ്? ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ LGS-നും LDC-ക്കുള്ള നോട്ടിഫിക്കേഷൻസ് ഒന്നും എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് അറിയാം. അപ്പൊ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്ലാസ്സുകളും ഇതും ലഭിക്കാൻ, നോട്ടുകളും അതുപോലെ തന്നെ എക്സാംസും ലഭിക്കാനായിട്ട് നമ്മുടെ റൂട്ടഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് വീഡിയോ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.